ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഇഫ്താറിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. മുമ്പ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തൊരു കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ്, ഞാനിതിൽ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് സമയം ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടെടുത്ത് 4 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പൊടിച്ചെടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിനേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് കുറച്ച് മാത്രം മതി. നമുക്ക് ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമ്മൾ ഇതിലേക്കുള്ള മസാലയാണ് അധികമായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബീഫും ചിക്കനൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരുപാട് കട്ട്ലേറ്റും സമൂസൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പാൻ വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒന്ന് മൂടി വെച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടിക്കോളൂ. ഇനി ഇതിലേക്കൊരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ബീഫ് വേവിച്ച് പൊടിച്ചു വെച്ചതാണത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കൈവെള്ളയിലിട്ട് ഇതിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് തടവിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 5-6 ബ്രെഡ് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 മുട്ടയും കൂടി നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മുട്ടയുടെ അതിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി നല്ലതുപോലെ പൊതിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം 2 ദിവസമൊക്കെ നമുക്ക് എന്തായാലും വെക്കാമല്ലോ ഫ്രിഡ്ജിൽ. ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനിനി ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ. എണ്ണക്കടികളൊക്കെ ആകുമ്പോൾ കുറച്ച് മാത്രം മതിയല്ലോ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചൂടായ ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ചൂടായതിന് ശേഷം പിന്നീട് തീ കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ബ്രെഡ് പൊടിയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.